بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അംബിയ 47 മുതൽ 49 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. وَنَضَعُ الْمَوَازِينَ الْقِسْطَ وَنَضَعُ ഈ പദത്തിൽ ദ്വാദിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അതാണ് തഫ്ഖീം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളായ ഖുസ്വദത്തിൻ ഖിദ്, ഖാ, സ്വാദ്, ദ്വാദ്, ഗൈൻ, താ, ഖാഫ്, വാ ഈ ഹർഫുകളിൽ ഒന്നാണ് ദ്വാദ്. അതുകൊണ്ട് ഈ 7 അക്ഷരങ്ങൾക്കും എപ്പോഴും തഫ്ഖീം ചെയ്യണമെന്ന നിയമം അനുസരിച്ച് ദ്വാദിനെ ഇവിടെ സ്വരഭാരത്തോടെ തടിപ്പിച്ചുച്ചരിക്കണം. എന്നാൽ വാവ് നൂന് ശേഷമാണ് ദ്വാദ് വരുന്നത്. ഇവക്ക് ദ്വാദല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. എല്ലാം ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. അൽ-മവാസീന വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന ഉച്ചാരണം അൽ-മവാസീന, അഥവാ എല്ലാ ഹർഫുകളും കൃത്യമായി അവയുടെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. എല്ലാം വേറെ വേറെ വിശദമായി പറയുവാൻ സമയം മതിയാവുകയില്ല. വനദഉൽ മവാസീന അൽ-ഖിസ്ത, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഖാഫ് നേരത്തെ സൂചിപ്പിച്ച ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ താഉം. എന്നാൽ ഖാഫിന് കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തഫ്ഖീമാണ് കൊടുക്കുക. ഖീസ്. എന്നാൽ ഇടക്ക് വരുന്ന സീനാവട്ടെ, അതിന് സീൻ്റെ ഉച്ചാരണം അഥവാ ഇസ്തിഫാൽ, തർക്കീഖ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ്, നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടതെന്നർത്ഥം. അഥവാ സീനിന് സ്വാദ് പോലെ ശബ്ദമായി പോകരുത്. ഖാഫ് ഇപ്പറവും ശേഷം ത്വാവും വരുന്നത് കൊണ്ട് സീന് സ്വാദ് പോലെ പലരും തെറ്റായി പറഞ്ഞു പോവാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ത്വാഇനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണെന്ന് പറഞ്ഞുവല്ലോ. അൽ-ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി, ഇവിടെയും ഖാഫ് മക്സൂറായ ഖാഫുണ്ട്, കുറഞ്ഞ തഫ്ഖീം അതിന് കൊടുക്കണം. ഫലാ തുസ്ലമു ഇവിടെ തുസ്ലമു വാഹിനെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതിനെ തഫ്ഖീം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ത്വാ പോലെയായി പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. തായിന് തായിൻ്റെ ശബ്ദം തന്നെ. തുസ്ലമു ഫലാ തുസ്ലമു നഫ്സുൻ ശൈഅ, നഫ്സുൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ശേഷം വരുന്ന ഷീനിനനുസരിച്ച്, ശേഷം വരുന്ന അക്ഷരത്തിനനുസരിച്ചാണ് ഈ സാക്കിനത്തായ നൂനിനും തൻവീനിനും ഇഖ്ഫാ ചെയ്യുമ്പോൾ തഫ്ഖീമും തർക്കീഖും നൽകുക. ഇവിടെ തൻവീനിനെ ഇഖ്ഫാ ചെയ്യുകയാണല്ലോ, അഥവാ മറച്ച് മണിച്ചുച്ചരിക്കുന്നു. ആ മണിക്കലിൽ തഫ്ഖീം വരാതെ തർക്കീഖാണ് വരേണ്ടത്. തർക്കീഖ് നേർപ്പിച്ച് നഫ്സുൻ ശൈഅ എന്ന് ഉച്ചരിക്കുക. വഇൻ കാന, ഇവിടെയും അപ്രകാരം തന്നെ സാക്കിനത്തായ നൂനും ശേഷം കാഫും ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ച് ഉച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖ്. വഇൻ കാന മിസ്ഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. മിസ്ഖാല ഹബ്ബത്തിൻ, മിസ്ഖാല ഹബ്ബത്തിൻ മിൻ, തൻവീനും ശേഷം മീമും പൂർണ്ണമായും മീമിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് ശബ്ദമുള്ള മീമിനെ ഉച്ചരിക്കുക മണിച്ചുകൊണ്ട്. ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഇവിടെ മിൻ എന്നതിൽ സാക്കിനത്തായ നൂനിനെ ശേഷം ഖാ വന്നതിനാൽ ഇദ്ഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻ ഖർദൽ, ഖർദൽ ഖാ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ശേഷം റാ, അതിനും തഫ്ഖീമാണ്. ഖർദൽ. മറ്റക്ഷരങ്ങൾക്ക് ശേഷം ദാലുണ്ട്, അതിനൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ദ്വാദ് പോലെ ഒന്നും തഫ്ഖീമായി പോകരുത്.
മിൻ ഖർദലിൻ അതൈന, തൻവീനും ശേഷം ഹംസയും ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. മിൻ ഖർദലിൻ അതൈന ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഇതിലൊന്നും തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകളില്ല, എല്ലാം തർക്കീഖിൻ്റെതാണ്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ നാം പ്രത്യേകം എടുത്തു പറയുന്നു, അല്ലാത്തവയ്ക്കൊക്കെയും തർക്കീഖാണ് താരതമ്യേന. തഫ്ഖീമിൻ്റെ ഹർഫുകൾ കുറവായതുകൊണ്ടാണ് അത് പ്രത്യേകം സൂചിപ്പിക്കുന്നതും ശ്രദ്ധിച്ചുച്ചരിക്കേണ്ടതുമാണ് എന്നതുകൊണ്ടാണ്. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. തർക്കീഖിൻ്റെ ഹർഫുകൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ഇതിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീം. ദാലിൻ്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ആതൈന എന്ന് പറയില്ല. വലഖദ് ആതൈന മൂസ വഹാറൂന റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചുച്ചരിക്കുക. وهارون الفرقان راء تفخيم. قاف ألف تفخيم. الفرقان وضياء ضاد كسر قرن تفخيمان നൽകുക. وضياء ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കണം. ശേഷം ഒറ്റ പദത്തിലായിക്കൊണ്ട് ഹംസ വന്നു എന്നതാണ് കാരണം. തൻവീനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി തൻവീനെ വാവിൽ ലയിപ്പിച്ച് മണിക്കണം. വദിക്റൻ ലിൽ മുത്തഖീൻ. വദിക്റൻ കാഫിന് സുക്കൂൻ, ശബ്ദം ചലിക്കാതെ ശ്രദ്ധിക്കുക. ഹംസ് നൽകേണ്ട അക്ഷരമാണ്. വദിക് എന്ന് ഉച്ചരിക്കുക. അതാകുന്നു കാഫിൻ്റെ ഹംസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഹംസ് എന്നാൽ ഉച്ചാരണത്തിലുണ്ടാകുന്ന ശ്വാസചലനം, കാറ്റിൻ്റെ ചലനം, അതാണ് ഹംസ് കൊണ്ട് ചുരുക്കി നാം ഉദ്ദേശിക്കുന്നത്. വദിക്റൻ ലിൽ മുത്തഖീൻ റാഇനെ തഫ്ഖീം ചെയ്യുക. വദിക്റൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. വദിക്റൻ ലിൽ മുത്തഖീൻ. ഇതിൽ ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഖാഫിനെ ഉച്ചരിക്കുക. ലിൽ മുത്തഖീൻ അല്ലദീന യഖ്ശൗന. ഈ പദത്തിൽ ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണല്ലോ ഖാ. യഖ്ശൗന മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. റബ്ബഹും ഇതിൽ റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റബ്ബഹും ബിൽ ഗൈബ്. സാക്കിനത്തായ മീമിന് ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റബ്ബഹും ബിൽ ഗൈബി. ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ്, തടിപ്പിച്ചുച്ചരിക്കണം. ബിൽ ഗൈബി വഹും മിനസ്സാഅ. മീമിന് ശേഷമുള്ള ഹറക്കത്തുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. വഹും എന്നതിലെ സാക്കിനത്തായ മീമിന് വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ. ഇതിൽ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചുച്ചരിക്കുക. മുഷ്ഫിഖൂൻ സൂചിപ്പിച്ച തഫ്ഖീമിൻ്റെ പ്രത്യേകമായ അക്ഷരങ്ങൾക്ക് തഫ്ഖീം കൊടുക്കുകയും മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ് നൽകിയും അഹ്കാമുകൾ നൂനു സാക്കിന, തൻവീൻ, മീമു സാക്കിന ഇവയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മണിക്കേണ്ട സ്ഥാനങ്ങളിൽ മണിച്ചുകൊണ്ട് അപ്രകാരം ദീർഘങ്ങളുടെ നിയമങ്ങൾ സൂചിപ്പിച്ചു. മദ് മുത്തസിൽ വാജിബ് അതുപോലുള്ള ദീർഘങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിച്ച് ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുക. ഖൽഖലയുടെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊതുവായി അറിയേണ്ട എല്ലാ ഭാഗങ്ങളും സൂക്ഷിച്ച് ഭംഗിയായി പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم.
ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم من الساعة مشفقون